ഹലോ, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ BSc കെമിസ്ട്രി മോഡൽ 1-ന്റെ ചില ക്ലാസ്സുകളാണ് ഇവിടെ എടുക്കാൻ പോകുന്നത്. അതിൽ സെമസ്റ്റർ 2 കോറിൽ തിയറിറ്റിക്കൽ ആൻഡ് ഇനോർഗാനിക് കെമിസ്ട്രി എന്നുള്ള പേപ്പറിൽ യൂണിറ്റ് 3 ആണ് ഇവിടെ കൈകാര്യം ചെയ്യുക. യൂണിറ്റ് 3-ൽ എത്തുന്നതിന് മുന്നേ യൂണിറ്റ് 1-ൽ അറ്റോമിക് സ്ട്രക്ചർ ഉണ്ട്, യൂണിറ്റ് 2-ൽ കെമിക്കൽ ബോണ്ടിങ് ഉണ്ട്. കെമിക്കൽ ബോണ്ടിങ് 1-ൽ VSEPR തിയറി, ഒക്ടറ്റ് റൂള്, VB തിയറി ഇതെല്ലാം നമ്മളൊന്ന് കാണുന്നുണ്ട്. മോളിക്കുലർ ഓർബിറ്റൽ തിയറി നമുക്ക് തുടങ്ങാം. ഇതിൽ ഞാൻ എടുക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് ഇത്രയും പോർഷൻ ആയിരിക്കും. ലെറ്റ്സ് സ്റ്റാർട്ട് ദ ക്ലാസ്. സോ ബോണ്ടിങ് തിയറീസ്. ഒരു കെമിക്കൽ റിയാക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ പുതുതായിട്ട് ബോണ്ടുകൾ ഉണ്ടാവുകയും പഴയ ബോണ്ടുകൾ ബ്രേക്ക് ആവുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാം. ഇതിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഏതാനും തിയറികളുണ്ട്. കുറച്ചെണ്ണം നമ്മൾ നോക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നവയാണ്, പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലൂയിസ് സ്ട്രക്ചർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വാലൻസ് ബോണ്ട് തിയറി, VSEPR തിയറി ഒക്കെ കേട്ടിട്ടുണ്ടാവും. ഇത്തരം ആദ്യകാല തിയറികൾ they are satisfactory for the most of our needs but not all. For example, these theories could not explain electronic spectra of molecules. Electronic spectra, ഒരു ഇലക്ട്രോൺ ഒരു എനർജി ലെവലിൽ നിന്ന് മറ്റൊരു എനർജി ലെവലിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന എനർജി ചേഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന സ്പെക്ട്ര. അതുപോലെ തന്നെ പാരാമാഗ്നറ്റിസം ഓഫ് ഓക്സിജൻ മോളിക്യൂൾ, അതുപോലെ H2+ന്റെ സ്റ്റെബിലിറ്റി, ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇത്തരം തിയറികൾക്ക് പറ്റിയില്ല. അപ്പോൾ ഇലക്ട്രോണിക് സ്പെക്ട്ര, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മോളിക്യൂൾസ്, ദെൻ സം സ്റ്റെബിലിറ്റീസ് ഓഫ് സർട്ടൺ സ്പീഷീസ്, ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ അതുവരെ ഉണ്ടായിരുന്ന തിയറികൾക്ക് കഴിഞ്ഞില്ല. സോ ഇറ്റ് ബിക്കെയിം നെസസറി ടു എക്സ്പ്ലെയിൻ കെമിക്കൽ ബോണ്ട് ബൈ ഡിഫറെന്റ് മെത്തേഡ് ടു ഫൈൻഡ് ആൻസേഴ്സ് ടു ദീസ് ക്വസ്റ്റ്യൻസ്. മോളിക്കുലാർ ഓർബിറ്റൽ തിയറി ഗിവ്സ് ആൻസേഴ്സ് ടു ദീസ് ക്വസ്റ്റ്യൻസ്. നേരത്തെ പറഞ്ഞ മറ്റ് തിയറികൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാതെ പോയ മേഖലകളിലേക്ക് ഉത്തരം തരാനായിട്ട് മോളിക്കുലാർ ഓർബിറ്റൽ തിയറിക്ക് സാധിക്കുന്നുണ്ട്. It is the method, or molecular orbital theory is the method for describing electronic structure of molecule using quantum mechanics. So molecular orbital theory എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്. അത് ഇലക്ട്രോണിക് സ്ട്രക്ചർ, മോളിക്യൂൾസിൽ ഇലക്ട്രോണുകൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതിനെ റെപ്രസെന്റ് ചെയ്യുന്നു. In this theory, electrons in a molecules are assigned to a set of orbitals called molecular orbitals. നമ്മൾ ആറ്റത്തിലെ അറ്റോമിക് ഓർബിറ്റൽസ് എന്നാണ് പറയുക. മോളിക്യൂൾ ഉണ്ടായി കഴിയുമ്പോൾ ഈ അറ്റോമിക് ഓർബിറ്റൽ അവിടെ ഇല്ല, മറിച്ച് മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറയുന്ന പുതിയ സെറ്റ് ഓഫ് ഓർബിറ്റൽസ് ആണ് എന്ന് പറയുന്ന തിയറി എന്ന് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി അനുസരിച്ച് പറയുന്നു. ഇതുവരെ കണ്ട VSEPR തിയറികളിലും അല്ലെങ്കിൽ നമ്മൾ VB തിയറിയിലും ഒന്നും നമ്മൾ അറ്റോമിക് ഓർബിറ്റൽസിനെ മുഴുവനായിട്ട് കളയുന്നില്ല. ഇവിടെ അറ്റോമിക് ഓർബിറ്റൽസിന്റെ സ്വഭാവം മാറിയിട്ട് പുതിയ ഒരു സെറ്റ് ഓഫ് ഓർബിറ്റൽസ് ഉണ്ടാകുന്നു. അതിനെ മോളിക്കുലാർ ഓർബിറ്റൽസ് എന്ന് വിളിക്കുന്നു എന്നാണ് പറയുക. ആൻഡ് അനദർ ഡിഫറൻസ്, ദിസ് ഓർബിറ്റൽ കംപ്രൈസസ് ദ ഹോൾ മോളിക്യൂൾ. എ മോളിക്കുലാർ ഓർബിറ്റൽ കംപ്രൈസസ് ദ ഹോൾ മോളിക്യൂൾ. ഒരു മോളിക്യൂൾ മുഴുവനായിട്ടാണ് ഒരു മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാവുക, അല്ലാതെ രണ്ട് ആറ്റങ്ങളുടെ ഇടയ്ക്ക് മാത്രമല്ല. ആ മോളിക്യൂൾ മുഴുവനായിട്ടാണ് മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാവുക എന്ന് പറയുന്നത്. അതൊരു മറ്റൊരു വ്യത്യാസമാണ് ഇതുവരെ കണ്ട തിയറികളിൽ നിന്ന്. മോളിക്കുലാർ ഓർബിറ്റൽസ് എങ്ങനെ ഉണ്ടാക്കാം നമ്മൾ നോക്കി കഴിഞ്ഞാൽ, മോളിക്കുലാർ ഓർബിറ്റൽസ് ആർ ഒബ്റ്റൈൻഡ് ബൈ കമ്പൈനിങ് ദ അറ്റോമിക് ഓർബിറ്റൽസ് ഓൺ ദ ആറ്റംസ് ഇൻ ദ മോളിക്യൂൾ. അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ വ്യത്യാസം, അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടാക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ടാണ് ഉണ്ടാവുക. രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളിലുള്ളത് ഓരോ ഇലക്ട്രോൺ വെച്ചാണ്. ഈ ഇലക്ട്രോൺ ഇരിക്കുന്നത് 1s ഓർബിറ്റലിലാണ്. അപ്പൊ രണ്ട് ഹൈഡ്രജൻ ആറ്റത്തിലും 1s ഓർബിറ്റൽ ഉണ്ട്. അത് കമ്പൈൻ ചെയ്തിട്ട് പുതിയ ഓർബിറ്റൽസ് ഉണ്ടാവുന്നു, പുതിയ മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാവുന്നു. So let's see. One of the molecular orbitals in this molecule is constructed by adding the two 1s atomic orbitals that come together to form this molecule. രണ്ട് 1s ഓർബിറ്റലുകളുടെയും ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയ ഒരു മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാക്കാനായിട്ട് പറ്റും.
ഇനി മറ്റൊരു മോളിക്കുലാർ ഓർബിറ്റിൽ ഇതേ അതായത് ഹൈഡ്രജൻ മോളിക്യൂളുള്ള മറ്റൊരു മോളിക്കുലാർ ഓർബിറ്റിൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഒരു അറ്റോമിക് ഓർബിറ്റൽ ഒരു 1s അറ്റോമിക് ഓർബിറ്റലിൽ നിന്ന് മറ്റൊരു 1s ഓർബിറ്റിൽ സബ്സ്ട്രാക്ട് ചെയ്തിട്ടാണ് ഉണ്ടാക്കുക എന്ന് പറയുക. അപ്പോൾ അതിന്റെ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. അതിന് മുന്നേ അതിന്റെ ഒരു ജസ്റ്റ് ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ സിഗ്മ എന്ന് പറയുന്ന പുതിയൊരു മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാകുന്നു. അത് അറ്റോമിക് ഓർബിറ്റലിന്റെ കോമ്പിനേഷൻ വഴിയാണ് എന്ന് പറയാം, അതിന്റെ അഡീഷൻ വഴിയാണെന്ന് നമുക്ക് ഈ പിക്ചറിൽ നിന്ന് കാണാവുന്നതാണ്. ഇനി മറ്റൊരു മോളിക്കുലാർ ഓർബിറ്റൽ അതായത് സിഗ്മ സ്റ്റാർ എന്ന് പറയുന്ന മോളിക്കുലാർ ഓർബിറ്റൽ, ഇത് രണ്ടും ഹൈഡ്രജനിലുള്ളതാണെന്ന് ഓർക്കണേ. H2 എന്ന് പറയുന്ന മോളിക്യൂളിൽ സിഗ്മയും ഉണ്ട് സിഗ്മ സ്റ്റാറും ഉണ്ട്. അപ്പോൾ ഇത് 1s ഓർബിറ്റലുകൾ ഒരു 1s ഓർബിറ്റൽ മറ്റൊരു 1s ഓർബിറ്റൽ സബ്സ്ട്രാക്ട് ചെയ്തിട്ട് കിട്ടിയിട്ടെന്ന് പറയുക. അപ്പോൾ ഒരു ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന് പോലെ വേവ്സിന്റെ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് പോലെ ഇവിടെ നടക്കുന്നെങ്കിൽ അഡീഷണല് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ് നടക്കുന്നതെന്ന് സൂചിപ്പിക്കാം. അപ്പോ അറ്റോമിക് ഓർബിറ്റൽസ് ഇങ്ങനെ കമ്പൈൻ ചെയ്യാൻ പറ്റും. അതെങ്ങനെ സാധിക്കുന്നു? അങ്ങനെ കമ്പൈൻ ചെയ്യുന്നതിന് കോമ്പിനേഷൻ നടത്തുന്നതിന് ചില റൂളുകളുണ്ട്. അതിനെല്ലാം കൂടെ ചേർത്ത് നമ്മൾ LCAO മെത്തേഡ് അഥവാ ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് എന്ന് പറയുന്നു. LCAO സാധ്യമാകുന്നത് തന്നെ അറ്റോമിക് ഓർബിറ്റൽസ് നമുക്ക് മാത്തമാറ്റിക്കൽ ഫോർമുല പോലെ കൈകാര്യം ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ്. സോ റിമെമ്പർ, അറ്റോമിക് ഓർബിറ്റൽസ് ആർ വേവ് ഫംഗ്ഷൻ. psi എന്ന് വെച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. So these can be represented mathematically and so can be added or subtracted just like mathematical equation. LCAO മെത്തേഡിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ LCAO മെത്തേഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്സിൽ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. So in mathematics, a linear combination is an expression constructed from a set of terms by multiplying each term by a constant and adding the results. അപ്പോൾ അതിന്റെ ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമാവും. എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എക്സ് ആൻഡ് വൈ, രണ്ട് ടേം മാത്രമുള്ള നീരിക്കും, എക്സും വൈയും എന്ന് പറയുന്നത് രണ്ട് ടേം മാത്രമേ ഉള്ളൂ. ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AX plus BY ആയിരിക്കും, where A and B are constant. ഓക്കെ, അപ്പോൾ എക്സ് ആൻഡ് വൈ എന്ന് പറയുന്ന രണ്ട് ടേമുകളുടെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് AX plus BY എന്നുള്ളതായിരിക്കും. അപ്പോൾ എയും ബിയും കോൺസ്റ്റൻസ് ആണ്. ഇനി മൂന്ന് ടേം ഉണ്ടായിരുന്നെങ്കിലോ, XYZ എന്ന് മൂന്ന് ടേം ഉണ്ടായിരുന്നെങ്കിലോ അതിന്റെ ലീനിയർ കോമ്പിനേഷൻ എന്തായിരിക്കും? AX plus BY plus CZ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ അങ്ങനെ ഒരു കോമ്പിനേഷൻ പോകുന്നതിനാണ്, അങ്ങനെ സീരീസ് ആയിട്ട് പോകുന്നതിനാണ് നമ്മൾ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഈ ലീനിയർ കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. സോ LCAO is a technique for calculating molecular orbitals. Each molecular orbital can be written as a linear combination of atomic orbital. Atomic orbitalന്റെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ എടുത്ത് അതിന്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കൊരു മോളിക്കുലാർ ഓർബിറ്റലിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. Only atomic orbitals of similar energy interact to a significant degree. Okay. LCAO നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ആദ്യം ഹൈഡ്രജന്റെ കേസിൽ അത് എങ്ങനെ സംഭവിക്കും നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ ജനറൽ എക്സ്പ്രഷനിലേക്ക് പോകാം. So consider diatomic molecule like H2. നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് 1s ഓർബിറ്റലുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടാകുന്നത്, H2 മോളിക്യൂൾ ഉണ്ടാകുന്നത്. So the molecular orbitals can be written as the linear combination of the atomic orbitals of hydrogen atoms. So let's say psi1 be the 1s orbital of one hydrogen atom and psi2 be the 1s orbital of the other hydrogen atoms. This is one combination of these two atomic orbitals to form a molecular orbital phi1. This is another combination of these two atomic orbitals to form a molecular orbital, a different molecular orbital phi2. This is not an accident that we have two combinations like this here. So actually the number of molecular orbitals formed is equal to the number of atomic orbitals combined. That means we have psi1 and psi2. There are two atomic orbitals of that means the 1s atomic orbitals of the two hydrogens. They are combining. That means there should be two molecular orbitals. That is represented by phi1 and phi2. So C1, C2, C3, C4, all these are constants. So this is the general
this is the linear combination of atomic orbitals in hydrogen atom. I'm sorry, hydrogen molecule. Now, if there are three atomic orbitals combining, there will be three molecular orbitals, and if there are n atomic orbitals combining, there will be n molecular orbitals. So in general, if n atomic orbitals are combining, we will have n number of molecular orbitals. Let's say phi I is the ith molecular orbitals, and we can ith molecular orbital, and we can represent it by this combination. Now, generalizing this, or we can write this formula like this. So that is a general. This is the general way of representing the molecular orbital